എല്ലാവർക്കും നമസ്കാരം. ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മോഹൻജിയോടൊത്തുള്ള അത്ഭുത ദിനങ്ങൾ എന്ന പേരിൽ മോഹൻജിയുടെ ശിഷ്യനായ രാജേഷ് കാമത്ത് എഴുതിയ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഗണേശാനന്ദഗിരിയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ഇത് മുൻപ് ഞാൻ ചെയ്ത 2 വീഡിയോകളുടെ തുടർച്ചയാണ്. ആ 2 വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ഗണേശാനന്ദഗിരിയെ പറ്റിയുള്ള ആ 2 വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കും. ജനുവരി ആദ്യ ആഴ്ചയിൽ ബാബാജി തൻ്റെ ഷിർദി താമസം പൂർത്തിയാക്കി ചെന്നൈയിലേക്ക് മടങ്ങി. ജനുവരി അവസാന ആഴ്ച അദ്ദേഹം മോഹൻജിയെ ചെന്നൈയിലേക്ക് ക്ഷണിച്ചു. ജനുവരി 30 ചെല്ലാമെന്ന് മോഹൻജി നിശ്ചയിച്ചു. മോഹൻജിയെ സ്വീകരിക്കാൻ ബാബാജി തന്നെ ട്രസ്റ്റ് മെമ്പർമാരോടൊപ്പം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. ബാബാജി മോഹൻജിയെ മാലയിട്ട് ഷാളണിയിച്ച് സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു. അവർ ആശ്ലേഷിക്കുന്ന ആ ചിത്രം മോഹൻജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. ആ ഗുരുക്കന്മാർ തമ്മിലുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന സ്നേഹവും ബഹുമാനവും അതിൽ സ്പഷ്ടമായി കാണാം. ആദ്യമായി ഞങ്ങളെ നഗരത്തിൽ തിരക്കേറിയ ഭാഗത്തുള്ള ട്രസ്റ്റ് ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. ട്രസ്റ്റ് മെമ്പർമാർക്കെല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തി. ക്ഷേത്ര നിർമ്മാണ പദ്ധതിയുടെ വിശദവിവരങ്ങൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പിന്നെ ഞങ്ങളെ ട്രസ്റ്റ് ഓഫീസിലുള്ള ആരാധനാവേദിയിലേക്ക് കൊണ്ടുപോയി അവിടെ സായിബാബയ്ക്ക് ആരതി അർപ്പിക്കപ്പെട്ടു. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് മോഹൻജിക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. തനിക്ക് വേണ്ടി അധികം ചെലവ് വരുന്ന പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ അനാവശ്യമാണെന്ന് മോഹൻജി സൗമ്യമായി പറഞ്ഞു. ബാബാജിയുടെ കൂടെ താമസിക്കുവാൻ കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ സന്തോഷകരം. തന്നെ ഇങ്ങനെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ തനിക്കോ മോഹൻജിക്കോ ഒന്നും പറയാൻ അവകാശമില്ലെന്ന് ബാബാജി സ്നേഹത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന് സായിബാബയിൽ നിന്ന് മോഹൻജിയുടെ ഗ്രാൻഡ് ഹയാറ്റിൽ താമസം ഉൾപ്പെടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു. ബാബാജി മുകളിലേക്ക് കയറി വരികയും മോഹൻജിയുടെ മുറിയും കുളിമുറിയും പരിശോധിക്കുകയും ചെയ്തു. താൻ ആദ്യമായിട്ടാണ് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കാലുകുത്തുന്നത് എന്ന് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം വളരെയധികം സ്നേഹവും കൃപയും അനുഗ്രഹവും ഞങ്ങളിൽ വർഷിച്ചു. മോഹൻജിയെ അനുഗ്രഹിച്ചതിന് ശേഷം അദ്ദേഹം മോഹൻജിയുടെ 2 കൈകളും തൻ്റെ 3-ാം തൃക്കണ്ണിന്മേൽ വച്ചു. പിന്നെ അദ്ദേഹം മോഹൻജിയോട് യാത്രാക്ഷീണം മാറ്റാനായി കുറച്ചുനേരം വിശ്രമിക്കുവാനും വൈകുന്നേരം തന്നെ ചെന്നൈയിലെ തൻ്റെ താൽക്കാലിക വാസസ്ഥലത്ത് വന്ന് കാണാനും പറഞ്ഞു. മോഹൻജി പിന്നീട് പറയുകയുണ്ടായി, ബാബാജിയെ കാണുക എന്നത് എപ്പോഴും ആഴ്ത്തിക്കളയുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹം എന്നെ ആദരിച്ച രീതി തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. മോഹൻജിയുടെ ഒരു അനുയായി ഒരിക്കൽ പറഞ്ഞു, ബാബാജിയുടെ മോഹൻജിയോടുള്ള സ്നേഹം കാണുമ്പോൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വല്ലഭപുരത്ത് വിഠൽ ബാബാജി മോഹൻജിയെ സ്വീകരിച്ചതാണ് തനിക്ക് ഓർമ്മ വരുന്നതെന്ന്. വിഠൽ ബാബാജിയെയും മോഹൻജിയെയും ഒരുമിച്ച് കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. എന്നാൽ ഗണേഷ്പുരിയിലെ വാസുദേവൻ സ്വാമിയും ബാംഗ്ലൂരിലെ ദേവിയമ്മയും ഋഷികേശിലെ വനമാലി മാതാജിയും കർണൂലിലെ അവധൂത നാഥാനന്ദജിയും മറ്റു പല ഗുരുക്കന്മാരും മോഹൻജിയിൽ ചൊരിഞ്ഞ സ്നേഹാദരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വൈകുന്നേരം ട്രസ്റ്റ് അംഗങ്ങൾ വന്ന് ബാബാജിയുടെ ചെന്നൈയിലെ താൽക്കാല വസതിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഗുരുക്കന്മാർ തമ്മിൽ ഒരു നീണ്ട ചർച്ചയുണ്ടായി. ശ്രീ പെരുമ്പതൂരിൽ സായിബാബ ക്ഷേത്രത്തിനുള്ള സമഗ്രമായ പദ്ധതി ബാബാജി പങ്കുവച്ചു. ട്രസ്റ്റ് അംഗങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഇപ്പോഴത്തെ പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് ബാബാജി മോഹൻജിയോട് ആദരവ് കാണിച്ചു. മോഹൻജി ഉടനെ സമ്മതിച്ചു. താൻ സായിബാബയുടെ ഒരു അനുസരണയുള്ള ഭൃത്യനാണെന്നും അദ്ദേഹത്തിൽ നിന്നുള്ള ഏതാജ്ഞയും അനുസരിക്കുക തൻ്റെ കർത്തവ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിനു വേണ്ടി 10 ടൺ ഇരുമ്പ് കമ്പിയും 500 ചാക്ക് സിമെൻറ്റും 4-5 ലോറി പൊടിക്കല്ലുകളും എത്തിച്ചു തരുവാൻ മോഹൻജിയോട് ബാബാജി പറഞ്ഞു. ഇത് ബാബാജിയുടെ രീതിയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് വരില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറയും. നിങ്ങൾ വ്യംഗ്യം മനസ്സിലാക്കി അനുസരിച്ചു കൊള്ളുമെന്ന് അദ്ദേഹത്തിന് അറിയാം. തറക്കല്ലിടൽ കർമ്മത്തിന് മുമ്പായി അതെല്ലാം എത്തിയിരിക്കുമെന്ന് മോഹൻജി വാക്കുകൊടുത്തു. ഇതിനെ തുടർന്ന് ഒരു അനൗപചാരിക സത്സംഗമുണ്ടായി. അതിൽ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില ഉൾക്കാഴ്ചകൾ ബാബാജി പങ്കുവച്ചു. എപ്പോഴും ഗുരു പറയുന്നത് അനുസരിക്കൂ, അത് എന്തു തന്നെയായാലും. അദ്ദേഹം സ്നേഹത്തോടെ പെരുമാറി എന്ന് വരും, തല്ലി എന്ന് വരും, വഴക്കു പറഞ്ഞു എന്നും വരും, മുറിപ്പെടുത്തി എന്ന് വരും. എന്തു തന്നെയായാലും ഒരിക്കലും ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടുപോകരുത്. ഗുരു നിങ്ങളോട് കിണറ്റിൽ ചാടി ചാകാൻ പറഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, ചാടിക്കൊള്ളൂ. ഗുരു ഒരിക്കലും നിങ്ങൾക്ക് പരിക്ക് പറ്റുവാൻ അനുവദിക്കുകയില്ല. ഒരു പുഷ്പത്തെ നുള്ളിയെടുക്കുന്നത് പോലെ നിങ്ങളെ മൃദുവായി പൊക്കിയെടുക്കും. ഗുരുവിൻ്റെ ശകാരവും വേദനപ്പെടുത്തലും പല ജന്മങ്ങളിലെയും കർമ്മങ്ങളെ എടുത്തു മാറ്റുന്നു എന്ന് മനസ്സിലാക്കുന്നവർ ഒരിക്കലും ഗുരുവിനെ വിട്ടുപോവുകയില്ല. ഒരു യഥാർത്ഥ ഗുരുവിനെ വിട്ടുപോകുന്നവൻ ഏറ്റവും നിർഭാഗ്യവാനാണ്. അയാൾ എന്നും ഇരുട്ടിലായിരിക്കും, ഇവിടെയുമല്ല അവിടെയുമല്ല.
അതുകൊണ്ടാണ് ബാബ എപ്പോഴും ശ്രദ്ധയും സബൂരിയും, അതായത് വിശ്വാസവും ക്ഷമയും ശുപാർശ ചെയ്തത്. അവയാണ് ഒരു ശിഷ്യനിലുണ്ടായിരിക്കേണ്ട അവശ്യഗുണങ്ങൾ. അദ്ദേഹത്തിൻ്റെ നാമത്തെ സ്മരിക്കൂ, അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങളെ അനുസരിച്ച് ജീവിക്കൂ, അദ്ദേഹത്തിൻ്റെ വാക്കിനെ അനുസരിക്കൂ. ഒന്നിനും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. നിങ്ങളെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്ന ആരും എന്തും ഉടൻ നശിപ്പിക്കപ്പെടും. രുദ്രാക്ഷമണികൾക്ക് ജീവനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എള്ളെണ്ണയാണ് അവരുടെ ഭക്ഷണം. അമാവാസി രാത്രിയിൽ അവ എള്ളെണ്ണയിലിട്ട് വയ്ക്കണം. പിറ്റേ ദിവസം രാവിലെ പുറത്തെടുക്കാം. പിന്നീട് മോഹൻജി വിഠൽ ബാബാജി അദ്ദേഹത്തിന് കൊടുത്ത രുദ്രാക്ഷമാല എള്ളെണ്ണയിൽ മുക്കിവെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ പകുതി എണ്ണ അപ്രത്യക്ഷമായിരുന്നു. ബാബാജി പറഞ്ഞത് തികച്ചും വാസ്തവമായിരുന്നു. മോഹൻജിയുടെയും ബാബാജിയുടെയും സ്നേഹമയമായ സാന്നിധ്യത്തിൽ കഴിയുക എന്നത് ആഴ്ത്തിക്കളയുന്ന ഒരു അനുഭവമാണ്. കൗതുകമായി രണ്ടു ഗുരുക്കന്മാർ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുത്ത മിക്ക ഫോട്ടോകളിലും അവർക്ക് മുമ്പിൽ പ്രകാശപിണ്ഡങ്ങൾ ഉലാവുന്നതിനെയും സായിബാബയെയും ഹനുമാൻജിയെയും വ്യക്തമായി കാണാമായിരുന്നു. രണ്ടു ഗുരുക്കന്മാരും എനിക്ക് അറിയാത്ത ഭാഷകളിലാണ് സംസാരിച്ചിരുന്നത്. ബാബാജി തമിഴിലും മോഹൻജി മലയാളത്തിലും. അവർ അന്യോന്യം എങ്ങനെ മനസ്സിലാക്കി എന്നത് എനിക്ക് അത്ഭുതമായിരുന്നു. എൻ്റെ ചോദ്യത്തിന് മറുപടിയായി മോഹൻജി തമാശയായി പറഞ്ഞു, ഞാൻ തമിഴ് രീതിയിൽ മലയാളത്തിലും ബാബാജി മലയാള രീതിയിലുള്ള തമിഴിലുമാണ് സംസാരിച്ചത്. രണ്ടുപേർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് മടങ്ങിപ്പോരുവാനുള്ള സമയമായി. ബാബാജി മോഹൻജിയെയും ഞങ്ങളെയും സ്നേഹം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മൂടി. പിറ്റേന്ന് രാവിലെ നേരത്തെയായിരുന്നു ഞങ്ങളുടെ വിമാനയാത്ര. രാവിലെ താൻ തന്നെ ഞങ്ങളെ വിമാനത്താവളത്തിൽ കൊണ്ടുവിടാമെന്ന് ബാബാജി നിർബന്ധിച്ചു. അത് വേണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കഠിനമായ ജോലി തിരക്ക് പരിഗണിച്ച് അദ്ദേഹം വേണ്ടത്ര വിശ്രമം എടുക്കണമെന്നും ഞങ്ങൾ അപേക്ഷിച്ചു. അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ ഉത്കണ്ഠ ബാബാജി ആവശ്യപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എങ്ങനെ അവിടെ എത്തിക്കുമെന്നതായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് സമ്പന്നരായിരുന്നില്ല. മോഹൻജി പറഞ്ഞു, ബാബാജി ഇത് ആവശ്യപ്പെട്ടു. ബാബാജിയും സായിബാബയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സായിബാബ തന്നെ വഴിയുണ്ടാക്കും. ഇതിൽ വ്യാകുലപ്പെടേണ്ടതായി ഒന്നുമില്ല. ബാബാജിയുടെ ആവശ്യം നിറവേറ്റുവാനായി ചുമതലപ്പെടുത്തപ്പെട്ട മധു അതിനുള്ള പണവും ആളുകളും വന്നു ചേർന്നതും വിസ്മയകരമായ വിധത്തിൽ അത് സാധിച്ചതും എങ്ങനെയെന്ന് ബാബാജിയെക്കുറിച്ചിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് മോഹൻജി തൻ്റെ വിദേശയാത്രയ്ക്കായി പോയി. ഞാൻ ധർമ്മശാലയിലേക്ക് മടങ്ങി. ബാബാജിയിൽ നിന്ന് പുതുവത്സര സമ്മാനമായി ഒരു പാക്കറ്റ് കിട്ടിയത് വളരെ സന്തോഷകരമായിരുന്നു. അതിൽ സായിബാബയുടെ ഉധിയും ഗുരുസ്ഥാനിലെ വേപ്പിലിയും സായിബാബയും ബാബാജിയും അടിയിൽ ബാബാജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓം ശ്രീ സായി ശരണം മമ എന്ന മന്ത്രമുള്ള ഒരു ഫോട്ടോയും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. തറക്കല്ലിടൽ പരിപാടിയുടെ ക്ഷണക്കത്തുകളും ബാബാജി അയച്ചു തന്നു. അതിൽ വിശിഷ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ മോഹൻജിയെയും പ്രധാനമായി കാണിച്ചിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ മധുവിനോടും മറ്റു ചിലരോടും ബാബാജിയുമായി കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് മോഹൻജി നിർദ്ദേശിച്ചിരുന്നു. ഇടയ്ക്കിടെ വിളിച്ചില്ലെങ്കിൽ പിന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം ശാസിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്ക് അത്ര ജോലി തിരക്കായി ബാബാജിയെ വിളിക്കുവാൻ സമയം കിട്ടുന്നില്ല. പിന്നെ അദ്ദേഹം ക്ഷേത്ര നിർമ്മാണ പദ്ധതിയെക്കുറിച്ചും ഉടനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആവേശപൂർവ്വം സംസാരിക്കും. അദ്ദേഹം എപ്പോഴും ചോദിക്കും, ഇപ്പോൾ എൻ്റെ മോഹൻജി എവിടെയാണ്? പിന്നെ മോഹൻജിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? പരിപാടികൾ, യാത്രകൾ എല്ലാത്തിനെക്കുറിച്ചും അന്വേഷിക്കും. ഇനി എന്നാണ് ഇന്ത്യയിലേക്ക് വരിക എന്നറിയാൻ അദ്ദേഹത്തിന് എപ്പോഴും ആകാംക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും പ്രശ്നത്തെപ്പറ്റി പറഞ്ഞാൽ അദ്ദേഹം പറയും, നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഞാൻ മോഹൻജിയുടെ പിന്നിലുണ്ട്. എൻ്റെ ഗുരു സായിബാബ മോഹൻജിയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അതിലധികം എന്താണ് വേണ്ടത്? മോഹൻജിക്കോ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കോ ഒന്നും സംഭവിക്കുകയില്ല. കൂടുതൽ സാധന ചെയ്യാത്തതിന് അദ്ദേഹം എന്നെ ശാസിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യമായി 10-15 മിനിറ്റ് സാധന ചെയ്യണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു. രാത്രി കിടക്കുന്നതിന് മുമ്പും അതുപോലെ ചെയ്യണം. അത് ശീലമാകുമ്പോൾ സമയദൈർഘ്യം കൂട്ടണം. ഫോൺ വിളിയുടെ അവസാനം 1 അതിലധികമോ മിനിറ്റ് നീണ്ട അനുഗ്രഹം ഉണ്ടായിരിക്കും. അത്രയ്ക്കധികം സ്നേഹവും കാരുണ്യവും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുകി. അത് തീർച്ചയായും ഹൃദയസ്പൃക്കായിരുന്നു. മറ്റുള്ളവർ കാണുന്ന ഉഗ്രമായ ആജ്ഞാപിക്കുന്ന രൂപമായിരുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ അടുപ്പം തോന്നുന്ന ഒരു സാന്നിധ്യമായിരുന്നു ബാബാജിക്ക് ഞങ്ങളോട്. മോഹൻജിയോട് ഞങ്ങൾക്കുള്ള അടുപ്പമായിരുന്നു ബാബാജിക്ക് ഞങ്ങളോട് ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടാകുവാൻ കാരണം. അദ്ദേഹത്തിന് ഞങ്ങൾ മോഹൻജിയുടെ കുട്ടികളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പുതപ്പിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തി. ആധാരശിലാ സ്ഥാപനത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി ലക്കും ലഗാനുമില്ലാത്ത വേഗത്തിലാണ് ബാബാജി പ്രയത്നിച്ചിരുന്നത്. ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ വരെ അദ്ദേഹം ആസൂത്രണം ചെയ്തു. ഈ കർമ്മക്രമം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ അദ്ദേഹം തൻ്റെ പതിവിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തുവാൻ തയ്യാറായില്ല. ഇത് തൻ്റെ ഗുരുവിന് താൻ കൊടുത്ത വാക്ക് നിറവേറ്റുന്നതിനുള്ള ഏകാഗ്രമായ ശ്രമമായിരുന്നു.
ക്ഷേത്ര നിർമ്മാണ പദ്ധതിയുടെ ആസൂത്രണം, ധനസമാഹരണം, നിർമ്മാണം തുടങ്ങിയ എല്ലാ വശങ്ങളിലും അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ട് അതിലുൾപ്പെട്ട എല്ലാവരെയും കർമ്മോത്സുകരാക്കി തൻ്റെ ഗുരുവിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പൂർണ്ണതയോടെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഉണർന്നിരിക്കുമ്പോൾ ഇത് മാത്രമായിരുന്നു ചിന്ത, ഒരുപക്ഷെ ഉറക്കത്തിലും. ആധാരശില സ്ഥാപന ആഘോഷത്തിൻ്റെ ദിവസമായി മോഹൻജിയും ഞങ്ങളും തലേ ദിവസം വൈകുന്നേരം ചെന്നൈയിലെത്തി. ഉടനെ ശ്രീപെരുമ്പദൂരിലേക്ക് പോയി. ക്ഷേത്രഭൂമിയിൽ എത്തിയ ഞങ്ങൾ നേരെ ബാബാജിയുടെ കുടീരത്തിലേക്ക് പോയി. അതൊരു മുറിയും കുളിമുറിയുമുള്ള ഒരു ഒറ്റപ്പെട്ട കുടിലായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും ബാബാജി നിയന്ത്രിച്ചിരുന്ന കേന്ദ്രം ഇതായിരുന്നു. ഗേറ്റിനും കുടിലിൻ്റെ മുൻവാതിലിനും ഇടയിൽ വളരെ വലിയ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ബാബാജി ശിവലിംഗത്തെ അഭിഷേകം ചെയ്തു തരുന്നു. അവിടുത്തെ മാർദ്ദവമുള്ള മണ്ണിൽ ആ ശിവലിംഗം അതിൻ്റെ ഖനം കൊണ്ട് താണുപോകും. അതുകൊണ്ട് ശിവലിംഗം അവിടെ സ്ഥാപിക്കുന്നത് ബുദ്ധിപൂർവകമല്ല എന്ന് നിർമ്മാണ വിദഗ്ധർ ഉപദേശിച്ചിരുന്നു അത്രേ. താൻ പറഞ്ഞതുപോലെ ചെയ്യുവാനും വരുംവരായികകൾ താൻ നോക്കിക്കൊള്ളാമെന്നും ബാബാജി അവരോട് പറഞ്ഞു. ഏകദേശം 3.5 കൊല്ലമായിട്ടും ശിവലിംഗം ഇപ്പോഴും അവിടെ അതേപടി നിൽക്കുന്നു. ബാബാജി ഞങ്ങളെ സ്വാഗതം ചെയ്തു. മോഹൻജി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. പിന്നെ അദ്ദേഹം മോഹൻജിയെ ആശ്ലേഷിച്ചു. രാത്രി വൈകിയിരുന്നു. അത്താഴം കഴിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചു. ആഘോഷത്തിനു വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ക്ഷീണം അദ്ദേഹത്തിൽ കാണാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉത്സാഹം ഓജസ്സോടെ നിന്നു. പിറ്റേ ദിവസത്തെ ചടങ്ങിന് താൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു വിവരണം തന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഏർപ്പാടുകൾ കാണിച്ചു തരുവാനായി അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കൗമാരക്കാരൻ്റെ മെയ്വഴക്കത്തോടെ അദ്ദേഹം വേഗത്തിൽ നടന്നു. ഞങ്ങളും അതിവേഗത്തിൽ പിന്നാലെ പോയി. വേദിയിൽ വിധാനങ്ങൾ ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങളെ അവർക്ക് ഇരിക്കാനും ആഹാരത്തിനും ശുചീകരണങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. ഒരു ഉയർന്ന വേദി കെട്ടിയുണ്ടാക്കിയിരുന്നു. അതിൽ ഒരു ഭാഗത്ത് പിന്നീട് ശ്രീകോവിലുകളിൽ വയ്ക്കാനുള്ള വിവിധ വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. ഒരു ഭാഗത്ത് സായിബാബയുടെ വിഗ്രഹങ്ങൾ, സങ്കീർണമായി അലങ്കരിച്ച കലങ്ങൾ, അങ്ങനെ പലതും സൂക്ഷിച്ചിരുന്നു. അവിടെ മുഴുവനും പ്രവർത്തനം കൊണ്ട് മുഴങ്ങിയിരുന്നു. പുരോഹിതന്മാർ ചടങ്ങുകൾക്കുള്ള സ്ഥലങ്ങളും സാധനങ്ങളും ഒരുക്കുകയായിരുന്നു. ചിലർ വലിയ മാലകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചില ജോലിക്കാർ അവസാന മിനുക്ക് പണികളിൽ ഏർപ്പെട്ടിരുന്നു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നിരുന്നു. വിവിധ മൂർത്തികളുടെ, അതായത് സായിബാബ, ഗണേശൻ, ദത്താത്രേയൻ, രാമൻ, ഹനുമാൻ, ശനീശ്വരൻ, കാലഭൈരവൻ, ശിവൻ, മഹാവിഷ്ണു, മഹാലക്ഷ്മി മുതലായ വിഗ്രഹങ്ങൾ വേദിയിൽ നിരത്തിവെച്ചിരുന്നു. ഹോമകുണ്ഡം തയ്യാറാക്കിക്കൊണ്ടിരുന്നു. വേദിയുടെ നടുവിൽ വിശിഷ്ട വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലത്തിനു മുന്നിൽ കലാകാരന്മാർക്ക് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. വേദിയിൽ വലതുവശത്തായിരുന്നു ചടങ്ങുകൾ നടത്തുവാനുള്ള സ്ഥലം. ഈ തയ്യാറെടുപ്പുകളുടെയും പിറ്റേ ദിവസത്തെ പരിപാടികളുടെയും ചടങ്ങുകളുടെയും വിശദാംശങ്ങൾ ബാബാജി ഉത്സാഹത്തോടെ വിവരിച്ചു. പിന്നെ ഞങ്ങളെല്ലാം കുടീരത്തിലേക്ക് മടങ്ങി. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ പകർത്തേണ്ടതായ ഭാവങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ബാബായുടെ മുഖത്ത് തന്നെ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. താൻ കൂടെ ഫോട്ടോ എടുക്കുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് ആ സ്ത്രീ ബാബാജിയോട് ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടി, സായിബാബ മാത്രമാണ് എനിക്ക് സ്വൈര്യം തരാത്തത്. അദ്ദേഹം എന്നെ തിന്നാനും കുടിക്കാനും ഉറങ്ങാനും വിശ്രമിക്കാനും കുളിക്കാനും അനുവദിക്കുന്നില്ല, നിലം തൊടാൻ വിടുന്നില്ല. മറ്റാരും എനിക്ക് ശല്യമല്ല. ബാബാജി പിന്നെ ഞങ്ങൾക്കുള്ള താമസ സൗകര്യത്തെക്കുറിച്ചും പിറ്റേ ദിവസം കാണേണ്ട സമയത്തെക്കുറിച്ചും ചുരുക്കി പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അന്വേഷിക്കാനായി 2 ട്രസ്റ്റിമാരെ കൂടെ അയച്ചു. പിറ്റേ ദിവസം രാവിലെ ചടങ്ങുകൾക്ക് പാകത്തിന് ഞങ്ങൾ നേരത്തെ എത്തി. അത് വളരെ ജാഗ്രതയോടെ തയ്യാറാക്കിയ ഒരു ഉത്സവമായിരുന്നു. ബാബാജിയും മോഹൻജിയും വേദിയിലെത്തി. പുരോഹിതന്മാർ ആദ്യമായി ഗണേശ ആരാധന ചെയ്തു. വിസ്തരിച്ചുള്ള ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. ഹോമത്തിൽ വേദമന്ത്ര ജപത്തോടെ വിവിധ ദേവതകൾക്കായി പലതരത്തിലുള്ള ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെട്ടു. കുറെ പുരോഹിതന്മാർ ഹോമകുണ്ടത്തിന് ചുറ്റുമിരുന്ന് ഏകസ്വരത്തിൽ മന്ത്രങ്ങൾ ജപിച്ചു. മറ്റു പുരോഹിതന്മാർ ഹോമദ്രവ്യങ്ങൾ ഓരോന്നായി കുണ്ടത്തിലെ അഗ്നിയിൽ സമർപ്പിച്ചു. ഗണപതി ഹോമവും മഹാലക്ഷ്മി പൂജയും ശ്രീ മഹാമൃത്യുഞ്ജയ ഹോമവും ശ്രീ മഹാസുദർശന ഹോമവും ശ്രീ ജയദുർഗാ പൂജയും ശ്രീ നവഗ്രഹി ശാന്തി ഹോമവും നടത്തപ്പെട്ടു. ഈ ഹോമങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രമുഖയായ ഒരു ഗായിക കാണികൾക്ക് വേണ്ടി ഭക്തി ഉത്തേജിപ്പിച്ചുകൊണ്ട് ഭജനകൾ പാടി. ഇത് ഏതാനും മണിക്കൂറുകൾ തുടർന്നു. അടുത്തതായി നിത്യയായ മാതാവിൻ്റെ പ്രതീകമായി കരുതി പശുവിനെ പൂജിച്ചു. മിക്ക മനുഷ്യരും ആദ്യത്തിൽ അമ്മയുടെ മുലപ്പാലും പിന്നീട് പശുവിൻ്റെ പാലും കുടിച്ചാണ് വളരുന്നത്. അതുകൊണ്ട് മിക്കവരുടെയും ജീവിതത്തിൽ പശു അമ്മയുടെ കർത്തവ്യം ഏറ്റെടുക്കുന്നു. കൂടാതെ തൻ്റെ ശരീരത്തിൽ നിന്ന് ജൈവിക വിഷം പുറത്തുവിടാത്ത ഒരേ ഒരു മൃഗം പശുവാണ്. അതിൻ്റെ മൂത്രം പല ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യയിലെ നാട്ടിൻപുറങ്ങളിൽ വീടിൻ്റെയും ചുറ്റുപാടിൻ്റെയും നിലം പശുവിൻ്റെ ചാണകം കൊണ്ട് മെഴുകുന്നു. ഇത് അണുനാശിനിയായും കീടങ്ങളെ അകറ്റുന്ന വസ്തുവായും പ്രയോജനപ്പെടുന്നു. ഇതിനു പുറമെ മോഹൻജി പറയുകയുണ്ടായി, പണ്ട് ഇന്ത്യയിൽ എല്ലാ വീടുകളോട് ചേർന്നും പശുവിനെ വളർത്തിയിരുന്നു. അത് നിഷേധാത്മക ശക്തികളെ അകറ്റി നിർത്തുകയും അവ വീട്ടിലേക്ക് കയറുന്നത് തടയുകയും ചെയ്തിരുന്നു.
അതുകൊണ്ട് പശു നിത്യയായ മാതാവിന്റെ സാക്ഷാത്കരണമായി കണക്കാക്കപ്പെട്ട് മിക്ക മതപരമായ ചടങ്ങുകളിലും ആരാധിക്കപ്പെടുന്നു. ആ സന്ദർഭത്തിലേക്കായി ഒരു പശുവിനെയും കിടാവിനെയും കൊണ്ടുവന്നിരുന്നു. മോഹൻജിയും ബാബാജിയും സ്വന്തം കൈകൾ കൊണ്ട് പശുവിനും കിടാവിനും തീറ്റി കൊടുത്തു. ആദ്യം വാഴപ്പഴവും പിന്നെ അതിനായി പ്രത്യേകം പാകം ചെയ്ത ആഹാരവും കൊടുത്തു. പിന്നെ ഗുരുക്കന്മാർ 9 കന്യകകളെ നവദുർഗകളായി സങ്കല്പിച്ച് കന്യാപൂജ ചെയ്തു. പ്രകൃതിയുടെ പരിശുദ്ധ അടിസ്ഥാന സൃഷ്ടിശക്തിയായ ദിവ്യമാതാവിനെ പൂജിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. കന്യകകൾ ദിവ്യമാതാവിന്റെ ഏറ്റവും പ്രധാനവും സ്വാഭാവികവുമായ പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകങ്ങളാണ്. ഗുരുക്കന്മാർ പ്രതീകാത്മകമായി കന്യകമാരുടെ കാല് കഴുകുകയും അവരെ മാലയണിയിക്കുകയും അവർക്ക് സമ്മാനങ്ങളും അലങ്കാര വസ്തുക്കളും കൊടുക്കുകയും അവരെ കുമ്പിട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. ഗുരുക്കന്മാർ പിന്നെ ശിലാസ്ഥാപന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വേദിയിൽ നിന്ന് അവിടേക്ക് കുറച്ചു ദൂരമുണ്ട്. ബാബാജിയും മോഹൻജിയും ചില ട്രസ്റ്റിമാരും ഒരു ഗോൾഫ് കാർട്ടിൽ, അതായത് ഗോൾഫ് കളിക്കാർ ഉപയോഗിക്കുന്ന വാഹനം, അതിൽ കയറി. ഭക്തന്മാർ തന്റെ ആവശ്യങ്ങൾ പറയാനും അനുഗ്രഹത്തിനുമായി വന്ന ഗുരുക്കന്മാരെ ശല്യപ്പെടുത്താതിരിക്കാനായി ഞങ്ങൾ ചുറ്റും നിന്നു. ആധാരശിലയിടാൻ നിശ്ചയിച്ച സ്ഥലത്ത് അതിനായി നല്ല താഴ്ചയിൽ കുഴിയെടുത്തിരുന്നു. അവിടെ ചെന്ന ഉടനെ ബാബാജി അതിലേക്ക് ഇറങ്ങി ചടങ്ങ് ആരംഭിച്ചു. കലശങ്ങളിലെ ജലം കൊണ്ട് ശിലയെ പവിത്രീകരിച്ചു. ഹോമം കൊണ്ടും പൂജ കൊണ്ടും ശുദ്ധീകരിച്ച ഇഷ്ടികകൾ വെച്ചു. അതിനുശേഷം യന്ത്രങ്ങളും പവിത്ര വസ്തുക്കളും ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ വെച്ചു. ആധാരശില കൃത്യമായ സ്ഥലത്ത് വെച്ചു. അതിനെ നേർച്ചദ്രവ്യങ്ങളും മൂലധാതുക്കളും കൊണ്ട് മൂടി. ഒടുവിൽ അതിനെ ശ്രുതിയിൽ നിന്നുള്ള ഉതി കൊണ്ട് മൂടാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനായി ബാബാജി കുറേയധികം ഉതി കൊണ്ടുവന്നിരുന്നു. അത് എവിടെയോ മാറിവെച്ചു. സംഘാടകർക്ക് അത് ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ബാബാജി കോപാകുലനായി. അദ്ദേഹം അവരെ കഠിനമായി ശകാരിച്ചു. ചുറ്റും കൂടിയിരുന്നവരിൽ ആരുടെയെങ്കിലും കയ്യിൽ ഉതിയുണ്ടോ എന്ന് തിടുക്കത്തിൽ തിരക്കപ്പെട്ടു. ആരുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. കൃത്യം ആ സമയത്ത് മോഹൻജിയുടെ പിന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഷിർദിയിൽ നിന്നുള്ള ഒരു പാക്കറ്റ് ഉതി തന്നു. ഞങ്ങളത് മോഹൻജിക്കും മോഹൻജി ബാബാജിക്കും കൈമാറി. ബാബാജി ആ ഉതി ശിലയുടെ മുകളിൽ വെച്ചു. അതിനെ പവിത്രമായ മറ്റ് ഭസ്മങ്ങൾ കൊണ്ട് മൂടി ശിലയ്ക്ക് മുകളിൽ ഇഷ്ടികകൾ വെച്ചു. അദ്ദേഹം കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറി. ഇഷ്ടികകൾ മൂടപ്പെട്ടു. ബാബാജിയും മോഹൻജിയും ഗോൾഫ് വാഹനത്തിൽ കയറി. ആ സംഭവ വികാസത്തിൽ ബാബാജി വളരെ കുപിതനായിരുന്നു. ആദ്യം മുതൽ ഈ പരിപാടിയുടെ ഓരോ വിശദാംശവും സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തിരുന്നു. എന്നിട്ട് ഏറ്റവും പ്രധാനമായ സായിബാബയുടെ ഉതി ഇല്ലാതെ പോകുക എന്ന ഗുരുതരമായ വീഴ്ച, അത് അദ്ദേഹത്തെ രോഷാകുലനാക്കി. ആ ഒരു പാക്കറ്റ് ഉതി ഒരു വലിയ അഹിതം ഒഴിവാക്കി. എന്നാൽ ബാബാജി തൃപ്തനായിരുന്നില്ല. എല്ലാം ഒരു ഘടികാരം പോലെ ക്രമവും കൃത്യവുമായി നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ തിരികെ പോരാനൊരുങ്ങുമ്പോൾ ഒരാൾ മിടുക്ക് കാട്ടി ബാബാജിക്ക് ഭക്ഷണം നൽകാനെന്ന നാട്യത്തിൽ വാഹനത്തിനടുത്തെത്തി പെട്ടെന്ന് ബാബാജിയുടെ കാല് തൊട്ട് വന്ദിക്കുവാൻ ശ്രമിച്ചു. ബാബാജി അയാൾക്ക് തലയ്ക്ക് പിന്നിൽ നല്ല ഒരു അടി കൊടുത്ത് അയാളെ തള്ളി മാറ്റി. ഒരു ബാറ്റ്മാൻ ചിത്രകഥയിലേത് എന്ന പോലെ അയാൾ കുറച്ചു സമയം തലകറങ്ങി നിന്നു. ഒളിഞ്ഞു കിടക്കുന്ന കളയാൻ എളുപ്പമല്ലാത്ത അയാളുടെ കുറെ കർമ്മങ്ങൾ നീങ്ങിക്കിട്ടിയിരിക്കണം. ബാബാജിയുടെ അടുത്ത് തള്ളിക്കയറുന്നത് സൂക്ഷിച്ചു വേണമെന്ന ബോധവും അയാൾക്കുണ്ടായിട്ടുണ്ടാകും. സജ്ജനങ്ങളെ, ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ ഞാൻ വായിച്ചത്. അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.